ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈദ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരുടെ വീട്ടിലും ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു ഈദിനെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസി ആയിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അതിന് മുന്നേ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അതിനായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 2 കപ്പ് വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 കപ്പ് വെള്ളത്തിലേക്ക് 1 കപ്പ് അതല്ലെങ്കിൽ 3/4 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ മധുരത്തിന് അനുസരിച്ച് നിങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതൊന്ന് തിളച്ച് വന്നിട്ട് നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം ചെറുനാരങ്ങയുടെ നീരും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് 1 മിനിറ്റോളം ഒന്ന് തിളച്ച് വന്നാൽ മാത്രം മതി. അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി 1 മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ 1 മിനിറ്റ് നേരം ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തീ ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമുക്കൊന്ന് ചൂടാറി വരാനായിട്ട് മാറ്റി വെക്കാം. ഇനി അതേ പാനിലേക്ക് തന്നെ ഞാനിവിടെ 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാലൊക്കെ എടുക്കുന്നത് നിങ്ങൾ എത്ര പുഡിംഗ് ഉണ്ടാക്കുന്നുണ്ട് അതിനനുസരിച്ചിട്ടാണ് എടുക്കേണ്ടത്. ഞാനിവിടെ ചെറിയൊരു രീതിയിലുള്ള പുഡിംഗാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക ഈ ഒരു പാലിലേക്ക്. എന്നിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു ഡ്രോപ്പ് മാത്രം വനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതും കൂടി ചേർത്തിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ അതും കൂടെ മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാൽ തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് കോൺഫ്ലവറിൻ്റെ മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് 1 ടീസ്പൂണോളം കോൺഫ്ലവർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഇതൊന്ന് കലക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന അളവിനനുസരിച്ചിട്ട് 1-2 ടീസ്പൂണൊക്കെ എടുത്തിട്ട് നമുക്കിത് കലക്കിയെടുക്കുക. ഞാനിപ്പോൾ 1 ടീസ്പൂൺ മാത്രമാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് കലക്കിയെടുത്ത് വെക്കുന്നുണ്ട്. ഇത് നമുക്ക് പാൽ തിളച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പാൽ തിളക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡിന് പകരം നിങ്ങൾക്ക് ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഇതിലേതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി മിൽക്ക് മെയ്ഡ് ഇല്ലയെന്നുണ്ടെങ്കിലും ഫ്രഷ് ക്രീം ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എത്ര അളവ് വെച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതും കൂടി നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ പാലൊക്കെ തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള കോൺഫ്ലവറിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ മിക്സ് ചേർത്ത് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റ് നേരം ഒന്ന് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ആ സമയം കൊണ്ട് ഇത് ചെറിയ രീതിയിലൊന്ന് തിക്കായി കിട്ടും. ചെറിയ രീതിയിലൊന്ന് തിക്കായി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു തിക്കിലാണ് ഇത് ഉണ്ടാവുക. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി ഇതുപോലൊരു പാത്രം എടുത്തിട്ടുണ്ട്. പുഡിങ്ങിൻ്റെ പാത്രം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതുപോലെ ഏതെങ്കിലും ഒരു പാത്രം എടുത്താൽ മതി. എന്നിട്ട് നമ്മൾ സൈഡ് കട്ട് ചെയ്തിട്ടുള്ള ബ്രെഡ് ഇതുപോലെ ഒന്ന് ഇതിലേക്ക് നിരത്തി വെച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ബ്രെഡ് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഫില്ലാക്കി കൊടുക്കുക. എന്നിട്ട് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള
ഷുഗർ പാനി ഇതിൻ്റെ മേലെ കൂടെ ചേർത്ത് കൊടുക്കുക. അതൊന്ന് എല്ലാ ഭാഗത്തേക്കും നനയുന്ന രീതിയിലൊന്ന് ഒഴിച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒറ്റ ലെയറായിട്ടാണ് വെച്ചിട്ടുള്ളത്. കുറച്ചൊക്കെ വലിയ പാത്രമാണെന്നുണ്ടെങ്കിൽ ഈ ബ്രെഡ് തന്നെ 2 ലെയറായിട്ട് വെച്ചെടുക്കുക കേട്ടോ. ഞാനിവിടെ ഒറ്റ ലെയറായിട്ടാണ് വെച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിന് മേലേക്ക് നമ്മുടെ കോൺഫ്ലവറിൻ്റെ പാലും ചേർത്തിട്ടുള്ള മിക്സും കൂടി ഇതിൻ്റെ മേലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇതുപോലെ തന്നെ നമ്മൾ ബ്രെഡിൻ്റെ സ്ലൈസ് എടുത്തിട്ട് ഇതിലേക്ക് നിരത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ രണ്ടാമത്തേത് ഞാൻ 2 ട്രിപ്പായിട്ടാണ് വെച്ചെടുത്തിട്ടുള്ളത്. ഒന്നിൻ്റെ മേലെ വീണ്ടും ബ്രെഡ് സ്ലൈസ് വെച്ചിട്ട് ഇതൊന്ന് ഫില്ലാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വലിയ പാത്രമാണെന്നുണ്ടെങ്കിൽ ആദ്യത്തിന് ഇതുപോലെ 2 ലെയറാക്കിയിട്ട് വെച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഷുഗർ പാനി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മുടെ പാലിൻ്റെ മിക്സ് ചേർത്തിട്ട് ഇതിൻ്റെ മേലെ കൂടെ ഒഴിച്ചെടുക്കുക. അപ്പോൾ ഈ പാലും കോൺഫ്ലവറൊക്കെ ചേർത്തിട്ടുള്ള മിക്സ് തണുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒന്നും കൂടി തിക്കായി കിട്ടും. അപ്പോൾ അതും കൂടെ ഇതിൻ്റെ മേലെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു റാപ്പർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്തിട്ട് ചുറ്റിച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ 2 3 വട്ടം ഇതുപോലെ ഒന്ന് റാപ്പർ വെച്ചിട്ട് നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കുക. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു മിനിമം ഒരു 3 മണിക്കൂറെങ്കിലും തണുക്കാനായിട്ട് മാറ്റി വെക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ തലേന്ന് വെച്ചിട്ട് രാവിലെ എടുത്താലും മതി. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പിറ്റേ ദിവസമാണ് ഇത് എടുത്ത് റാപ്പറൊക്കെ മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മേലേക്ക് നമ്മുടെ ബദാം ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തത് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും വെച്ചിട്ട് നമ്മളൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്താൽ മതി. കാഷ്യൂനട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ പിസ്ത വെച്ചിട്ടോ ഏതെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്ക് കട്ടാക്കി വെച്ചിട്ടുണ്ട്. വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. വീട്ടിലുള്ള ചേരുവകൾ വെച്ച് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത്. അപ്പോൾ ഈ ഒരു ഈദിന് നിങ്ങൾ ഈ ഒരു പുഡിങ് ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. കുറച്ച് ക്രീമി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. കുറച്ചുകൂടി കട്ടി ആവണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കോൺഫ്ലവർ ചേർത്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. കൂടെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്